കാസർഗോഡ് പുത്തികയിൽ സിപിഐഎം പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സിപിഐഎം കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറി ഉദയകുമാറിനാണ് കുത്തേറ്റത്. സിജു കണ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജു, എന്താണ് സംഭവം? ഇന്ന് വൈകുന്നേരം കൂജമ്പതവിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ് സംഭവം. കാസർഗോഡ് പുത്തികയിലെ സിപിഎം പ്രവർത്തകനായ ഉദയകുമാറിനാണ് കുത്തേറ്റത്. സിപിഎം കക്കപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ദാമോദരൻ എന്ന ഗണേശനും നാരായണനും ചേർന്നാണ് ആക്രമിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ വധശ്രമം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഗണേശ്. നേരത്തെ ഈ പുത്തിക പഞ്ചായത്തിൽ ഒരു കുടിവെള്ള ടാങ്ക് മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ബ്രാഞ്ച് സെക്രട്ടറിയായ ഉദയകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇത് മോഷ്ടിച്ച ഗണേശ് ഇത് പിന്നീട് ഈ സ്ഥലത്ത് തിരികെ എത്തിച്ചിരുന്നു. അങ്ങനെ ഒരു വൈരാഗ്യം ഉദയകുമാറുമായി നേരത്തെ ഗണേശിനുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഈ സൂപ്പർ മാർക്കറ്റിൽ ഉദയകുമാർ നിൽക്കുമ്പോൾ ഗണേശും നാരായണനും ഓട്ടോയിൽ എത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സോഡാ കുപ്പി എടുത്ത് പൊട്ടിച്ച് ഉദയകുമാറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉദയകുമാർ കുമ്പളയിലെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലാ സഹകരണ സിജു, ഈ പ്രതികൾ എവിടെയാണുള്ളത്? അതിൽ പോലീസിനുള്ള വിവരം എന്താണ്? ഈ സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിലാണ്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് ദാമോദരൻ എന്ന ഗണേശൻ. വധശ്രമം, മയക്കുമരുന്ന് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇയാൾ നേരത്തെ മോഷണം നടത്തിയത്. ആ മോഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്നുള്ള മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ സിപിഎം പറയുന്നത്. ഗണേശനൊപ്പം നാരായണൻ എന്നൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. കൂജമ്പറമ്പിലെ സൂപ്പർ മാർക്കറ്റിൽ ഉദയകുമാർ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ഇതിനുശേഷം പ്രതികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ, ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് സിപിഐഎം ആവശ്യപ്പെടുന്നത്. സിജു, ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം മുൻപേ ഉള്ളതാണ് എന്നുള്ള വിവരമാണ് സിജു തരുന്നത്. അപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടാകുമല്ലോ പോലീസ്? പ്രതികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിൽ ഗണേശാണ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളത്. വധശ്രമം, മയക്കുമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗണേശ്. ഗണേശിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് നാരായണൻ എന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരുമാണ് വാക്തർക്കത്തിനൊടുവിൽ ഇവിടെ വെച്ച് ഈ കൂജമ്പതവിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ആക്രമണം അഴിച്ചുവിട്ടത്. വയറിൽ മാരകമായ പരിക്കേറ്റു. ഇതേ തുടർന്ന് കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ ചികിത്സയിലാണ് ഉദയകുമാർ. ഡിവൈഎഫ്ഐയുടെ പുത്തിക മേഖലാ പ്രസിഡന്റ് കൂടിയാണ്. സിപിഐഎം കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഭാഗത്തെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഈ പുത്തിക പഞ്ചായത്തിലെ കുടിവെള്ള ടാങ്ക് മോഷണം പോയതോടുകൂടി വലിയ തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടു. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയതാണ്. ആ പരാതി നൽകിയതിന്റെ ഒരു വൈരാഗ്യം ഗണേശന് ഉദയകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കാസർഗോഡ് പുത്തികയിലാണ് ഈ സംഭവം. സിപിഐഎം പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരിക്കുന്നു. 2 പേരാണ് സംഭവത്തിന് പിന്നിലുള്ളത്. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്.